ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കറിയാം നമ്മൾ കുറേ നാളായി വീഡിയോസ് ചെയ്തിട്ട്. ആക്ച്വലി 3 ആഴ്ച ഞാൻ വണ്ടി ഷോറൂമിൽ കൊണ്ട് ഇങ്ങനെ കൊടുത്ത് പണിയായിരുന്നു കുറച്ച്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പറയാം. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, വണ്ടി കിട്ടിയതിന് ശേഷം മഴയായിരുന്നു, അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു ട്രിപ്പൊക്കെ പോയായിരുന്നു ഞാൻ. ആക്ച്വലി അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതാണ്, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ട്രിപ്പ് ഭയങ്കര ശോകമായിപ്പോയി. ആക്ച്വലി അമ്പനാട് പോയത് കിടിലൻ ക്ലൈമറ്റ്, നല്ല നല്ല രസമായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെ വീഡിയോ എടുത്തതാണ്. പക്ഷേ മല കയറിക്കൊണ്ടിരുന്നപ്പോൾ വണ്ടിയുടെ എണ്ണ തീർന്നു. അതായിരുന്നു വണ്ടിയുടെ പണി. ഫ്യൂൽ ഗേജ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഫ്ലോട്ടിൽ കറക്റ്റായിട്ടല്ല മീറ്ററിൽ കാണിക്കുന്നത്. അപ്പം അര ടാങ്ക് കാണിച്ചു. ഞാൻ ആ ഒരു കോൺഫിഡൻസിൽ വണ്ടിയും കൊണ്ട് നേരെ മല കയറി. മലയുടെ നടുക്ക് വെച്ച് കയറിക്കൊണ്ടിരുന്നപ്പോൾ എത്താറായപ്പോൾ എണ്ണ തീർന്നു. മുകളിലെങ്ങും പെട്രോൾ കിട്ടത്തില്ല. അങ്ങനെ ബ്ലാക്കിന് പെട്രോൾ വാങ്ങിച്ച് താഴെ വന്ന് ഒഴിച്ച് അങ്ങനെയൊക്കെ ഫുള്ള് ശോകമായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് അവിടെ വെച്ച് നിർത്തി. ഓക്കെ. സോ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് വരാണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. അത്യാവശ്യം കിടില സ്പോട്ടാണ് ഗൈസ്. നോക്ക്, ഒരു മലയുടെ മുകളിലൊരു പാറയുടെ അടുത്തൊരു അമ്പലം. ഇതല്ല, അതായത് ഇതിന് മുകളിലോട്ട് ആ കാണുന്ന പാറയിലോട്ട് പോകാൻ പറ്റും. പക്ഷേ വണ്ടി ഇവിടം വരെ കയറത്തുള്ളൂ. സോ ഗൈസ്, അപ്പോൾ ഇപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൗ ടു മെയിൻറ്റെയിൻ യുവർ മോട്ടോർ സൈക്കിൾ. അതായത് നിങ്ങളൊരു വണ്ടിയുണ്ട്, അതേത് വണ്ടിയും ആയിക്കോട്ടെ, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇത് പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ അറിയാത്തവരും കാണും, അറിയാവുന്നവരും കാണും. സോ നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് എന്ന് വെച്ചിട്ടൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. സോ താല്പര്യമുള്ളവരൊന്ന് കാണുക. ഓക്കെ. അപ്പം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ സർവീസ് പീരീഡ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. കമ്പനി പറയുന്ന സമയത്ത് വണ്ടി സർവീസ് ചെയ്യുക. അത് ബേസിക് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ അത് വണ്ടിയുടെ റീസെയിൽ വാല്യൂ കുറയാതിരിക്കാനും വണ്ടി പ്രോപ്പറായിട്ട് റണ്ണിങ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നമുക്ക് യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. അതായത് നിങ്ങൾ കറക്റ്റായിട്ട് വണ്ടി സർവീസ് ചെയ്യുക. എനിക്കറിയാം പല ബ്രാൻഡിൻ്റെയും സർവീസ് ഭയങ്കര മോശമാണ്, ഇൻക്ലൂഡിങ് TVS. പക്ഷേ അവർ പറയുന്ന സമയത്ത് നമ്മുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോയി സർവീസ് ചെയ്യാം. ഓക്കെ. അവർ മോശമായിട്ട് ചെയ്യാണ്ടിരിക്കട്ടെ. അതൊക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ചെയ്യുന്നവർ കാണും. അപ്പം അതുകൊണ്ട് അവർ പറയുന്ന സമയത്ത് നമ്മൾ കൊണ്ട് സർവീസ് ചെയ്യുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ സർവീസ് ഞാൻ കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സർവീസ് മെയിൻലി വരുന്നത് ചിലപ്പോൾ ഒരു 5000 കിലോമീറ്റർ കഴിഞ്ഞ് അടുത്ത സർവീസ് വരുന്നത് 10000 കിലോമീറ്ററാണ്. അപ്പം അത്രയും നേരം നമുക്ക് വണ്ടിക്ക് ഒരു മെയിൻ്റനൻസും വേണ്ട എന്നല്ല എൻ്റെ അർത്ഥം. ഓക്കെ. അപ്പം നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇനി അതാണ് അടുത്ത് പറയാൻ പോണത്. സോ ഓടിക്കുമ്പോൾ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പാഡ്സ്. ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് ബാക്കിൽ ഡ്രമ്മാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കാണിക്കാൻ പറ്റത്തില്ല. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതിനകത്ത് വരുന്നതാണ് എൻ്റെ ഡ്രം ബ്രേക്സ്. ഡിസ്കിനോട് ചേർന്നിരിക്കുന്ന ഒരു ചെറിയൊരു കട്ടയുണ്ട്. സോ അതാണ് ബ്രേക്ക് പാഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റാണോ അല്ലേ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതായത് ഉണ്ടോ, തേഞ്ഞ് തീരാറായോ എന്നൊക്കെ ഉള്ള കാര്യം ഉറപ്പുവരുത്തുക. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ നോക്കണമെന്നില്ല, നോക്കി കണ്ടുപിടിച്ചാൽ അത്രയും നല്ലത്. അല്ലാതെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പം ഈ ഒരു വണ്ടിയുടെ ഇത് ഇനിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതെനിക്കിപ്പോഴേ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടെ അത് ഓടും. ഓക്കെ. അപ്പോൾ ബ്രേക്സിൻ്റെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം. കാരണം ബ്രേക്സ് ഒരു വണ്ടിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ. ഇനി അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ എൻജിൻ ഓയിൽ. ഞാൻ ഇപ്പം റീസെൻ്റ്ലി എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡ് നിറച്ച് വരുന്നത് എൻജിൻ്റെ ബോൾട്ട് തുറക്കുന്നു, അടിയിൽ കൂടെ ഒന്നും വരുന്നില്ല, ബബിൾക്കം പോലൊരു സാധനം ഇരിക്കുന്നു. അതായത് ഒന്നുമില്ല, എൻജിനകത്ത് ഓയിലില്ല, വെള്ളവുമില്ല, ഒന്നുമില്ലാത്ത രീതിയിലാണ് പലരും ഇപ്പം കൊണ്ടു നടക്കുന്നത്. സോ അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന ആ എൻജിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ആക്ച്വലി സൈലൻസിൽ കൂടെ പുക വരുന്ന വണ്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കാരണം വണ്ടിയുടെ എൻജിൻ ഓയിൽ കറക്റ്റ് സമയത്ത് മാറാത്തതുകൊണ്ടായിരിക്കും. കാരണം എൻജിൻ ഓയിൽ മാറിയെന്നുണ്ടെങ്കിൽ എൻജിൻ പിസ്റ്റൻ ഇടയ്ക്ക് ക്രാക്ക് വരും. ഇനി ഒഴിക്കുന്ന ഓയിൽ എൻജിനകത്തോട്ട് ഇറങ്ങും. ആ എൻജിൻ ഓയിൽ ബേൺ ചെയ്തിട്ടാണ് ആ എക്സോസ്റ്റിൽ കൂടെ ആ പുക നിങ്ങൾ കാണുന്നത്. സോ അത് വരാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എൻജിൻ ഓയിൽ ലെവലും മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ ഈ വണ്ടിയുടെ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് എൻജിൻ ഓയിൽ നോക്കുന്നത്. ഇതിനകത്തൊരു സ്റ്റിക്കുണ്ട്, അതിനകത്ത് എഴുതിയിട്ടുണ്ട് ആക്ച്വലി 1000 ml എന്ന്. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ചിലപ്പം 900 ml ആയിരിക്കും, അല്ലെങ്കിൽ 1 ലിറ്റർ ആയിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ച് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക.
റീഫിൽ ചെയ്ത് കൊടുക്കാൻ ഞാൻ പറയുന്നില്ല, റീപ്ലേസ് ചെയ്ത് കൊടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇത് തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനകത്തൊരു സ്റ്റിക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ തുറക്കാൻ എൻ്റെ ടൂൾസ് ഒന്നുമില്ല, നല്ല ടൈറ്റാണ്, നല്ല ചൂടുമാണ്. ഓക്കെ, അപ്പം അത് തുറന്ന് അതിനകത്ത് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുക. ഓയിൽ ലെവൽ കറക്റ്റാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ കുറവാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ള് ഡ്രെയിൻ ചെയ്ത് പുതിയ ഓയിൽ ഒഴിക്കുക. ഓക്കെ, പിന്നെ ഈ വണ്ടിക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ വണ്ടിക്ക് ഇപ്പം എൻജിൻ ഓയിൽ ഫിൽറ്റർ വരുന്നില്ല, പക്ഷേ എൻജിൻ ഓയിൽ ഫിൽറ്റർ വരുന്ന വണ്ടികളുണ്ട്. സോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വണ്ടിയിൽ ഇപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ വണ്ടിയിൽ ഇപ്പോൾ എൻജിൻ ഓയിൽ ഫിൽറ്റർ വരുന്നുണ്ടെങ്കിൽ എൻജിൻ ഓയിൽ മാറ്റുന്ന സമയത്ത് തന്നെ എൻജിൻ ഓയിൽ ഫിൽറ്ററും കൂടെ മാറ്റാൻ നോക്കുക. അതിന് വലിയ പൈസയൊന്നും ആവത്തില്ല, തുച്ഛമായിട്ടുള്ള പൈസ ആവത്തുള്ളൂ. പക്ഷേ അത് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകും. കാരണം ഈ വണ്ടി എൻജിൻ്റെ പിസ്റ്റൺ ഇങ്ങനെ കിടന്ന് അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ എൻജിൻ്റെ സൈഡിൽ നിന്നുള്ള കുറച്ച് മെറ്റൽ പാർട്സൊക്കെ ഇളകി വന്ന് ആ ഫിൽറ്ററിലായിരിക്കും അക്യുമുലേറ്റ് ചെയ്യുക. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും നമ്മൾ. ഓക്കെ, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പുതിയ വണ്ടി ആകുമ്പോൾ. ഓക്കെ, സോ അതാണ് എൻജിൻ ഓയിലിൻ്റെ കാര്യങ്ങൾ. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വണ്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതായത് തുരുമ്പെടുക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വണ്ടി പ്രോപ്പറായിട്ട് കഴുകുക. ചെളിയിലൊന്നും ഇപ്പം നമ്മൾ ഓഫ് റോഡൊക്കെ പോയിട്ട് വന്നിട്ട് അല്ലെങ്കിൽ മഴയത്തൊക്കെ വണ്ടി ഓടിച്ചിട്ട് വണ്ടി ജസ്റ്റ് അങ്ങനെ വെയിലത്ത് കൊണ്ട് വെക്കാണ്ട്, അല്ല ജസ്റ്റ് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ വണ്ടിയുടെ മെറ്റൽ പാർട്സൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് എൻഫീൽഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ക്രാഷ് കാർഡൊക്കെ പെട്ടെന്ന് തുരുമ്പിടിക്കുന്നതാണ്. ഇപ്പോൾ ഹോണ്ട ഹൈനസിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്രോം പാർട്സ് വരുന്ന വണ്ടികൾക്കെല്ലാം പെട്ടെന്ന് റസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നനവ് കാരണമാണ്. ഒന്നാമത് നമ്മുടെ കേരളത്തിലെ ഇതറിയാമല്ലോ, അറ്റ്മോസ്ഫിയർ അറിയാമല്ലോ, ഭയങ്കര ഹ്യൂമിഡിറ്റി കൂടുതലാണ്. അപ്പം അന്തരീക്ഷത്തിൽ തന്നെ നല്ല ഈർപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം വണ്ടി കഴുകുവാണെങ്കിൽ തുടച്ചിട്ട് വയ്ക്കുക. ഓക്കെ, തുടച്ചിട്ട് ഉണങ്ങാൻ വയ്ക്കുക. അല്ലാതെ ജസ്റ്റ് വണ്ടി കഴുകിയിട്ട് അവിടെ ചുമ്മാ ഉണങ്ങാൻ വെയിലടിച്ച് ഉണങ്ങാൻ നിർത്തുന്ന അത്ര നേരം നമ്മളെ വണ്ടിയിൽ ഈർപ്പം കാണും. ഓക്കെ, ലോങ് ടൈമിൽ നോക്കുമ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ തുടച്ചു എന്ന് വിചാരിച്ച് വണ്ടിക്ക് മേ ബി ഒരു 10 വർഷം എക്സ്ട്രാ ലൈഫ് കിട്ടിയേക്കാം. അതായത് ഞാൻ റെസ്റ്റിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. ചിലപ്പോൾ ഇപ്പോൾ റെസ്റ്റ് വരാത്ത ഒരു 10 വർഷം കഴിഞ്ഞിട്ടേ വന്നേക്കാം. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വണ്ടി ഞാൻ പറഞ്ഞല്ലോ പ്രോപ്പറായിട്ട് കഴുകുക. പ്രത്യേകിച്ച് ചെളി, അതായത് പൊടി പിന്നെയും വലിയ പ്രശ്നമില്ല, ചെളി നിങ്ങൾ എത്രയും എവിടെ കൊണ്ടോ അതൊക്കെ ഒന്ന് നല്ലപോലെ വാട്ടർ സ്പ്രേ ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും കാരണം ചെളി പറ്റി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ചെളിയിൽ ഈർപ്പം ഉണ്ടാവും. ആ ഈർപ്പം മെറ്റലുമായിട്ട് കോണ്ടാക്റ്റ് വന്ന് ആ ഭാഗം ചിലപ്പം ഹോൾ വീഴും. അപ്പോൾ മെയിൻലി ഞാനിത് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ സ്പ്ലെൻഡറിൻ്റെയൊക്കെ എക്സോസ്റ്റ് ഉണ്ട്. അപ്പോൾ സ്പ്ലെൻഡറിൻ്റെയും ബുള്ളറ്റിൻ്റെയൊക്കെ എക്സോസ്റ്റിൻ്റെ ഈ ഭാഗത്തായിട്ട്, ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു പൈപ്പുണ്ട്, ഈ ഭാഗത്തായിട്ട് ഇവിടെ റസ്റ്റ് വരാം. അപ്പം ആക്ച്വലി ഇതുവഴിയും എയർ പോവും. എൻജിനകത്തു നിന്ന് വരുന്ന എയർ ഇതുവഴി പോവും, കാരണം ഇവിടെ റസ്റ്റ് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുക. അപ്പം റസ്റ്റ് വരാതെ സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. വണ്ടി നനഞ്ഞ് ഇരിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. ഓക്കെ, പിന്നെ ചെളി എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക. എനിക്കറിയാം ഇപ്പം ഈ വണ്ടിക്ക് പിന്നെയും വലിയ കുഴപ്പമില്ല. പക്ഷേ ഒരു ADV വണ്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് കമ്പികൾ, ഇപ്പോൾ സാരിഗാർഡ് മാത്രമേ ഉള്ളൂ. ഈ സാരിഗാർഡ് പോലെ ഒരുപാട് സാഡിൽ സ്റ്റേ ഒക്കെ ഉള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഞാൻ പറയുന്നത് വാട്ടർ സർവീസിന് വണ്ടി കൊടുക്കുക. വാട്ടർ സർവീസിന് വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത്രയും മെനക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ സ്പ്രേ ഗണ്ണ് വെച്ചിട്ട് അവർ വെള്ളം വെച്ചിട്ട് തന്നെ അത് അടിച്ച് കളയും. അതൊക്കെയാണ് നമ്മുടെ വാഷിങ്ങിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ഉള്ള മെയിൻ്റനൻസ്. ഇനി അടുത്ത ഒരു മെയിൻ്റനൻസ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, വണ്ടി സ്റ്റോക്കാക്കി, അതായത് മാക്സിമം വണ്ടി സ്റ്റോക്കാക്കി കീപ്പ് ചെയ്യാൻ നോക്കുക. എനിക്കറിയാം ഇത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും വണ്ടി എടുത്ത് മോഡിഫൈ ചെയ്യണം. അതാണ് ഓക്കെ, നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഈ വണ്ടിക്ക് ഇപ്പോൾ ഒരു 150 കിലോ ആണ് കമ്പനി പറയുന്ന വെയിറ്റ്. ഞാൻ ആ സാരി കാർഡ് ഊരിക്കളഞ്ഞു, ഈ ക്രാഷ് കാർഡ് ഊരിക്കളഞ്ഞു, എന്നിട്ട് പുതിയൊരു ക്രാഷ് കാർഡ് കയറ്റി. ക്രാഷ് കാർഡ് കയറ്റുമ്പോൾ ഞാൻ അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ള കുറേ കമ്പികളൊക്കെ വരുന്നൊരു ക്രാഷ് കാർഡ് കയറ്റിയെന്ന് വെച്ചോ. അപ്പോൾ വണ്ടിയുടെ 150 എന്നുള്ള വെയിറ്റ് മാറിയിട്ട് അതൊരു 160 മാറാം. അതുപോലെ തന്നെ ടയേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൽ വരുന്നത് അത്യാവശ്യം നാരോ ആയിട്ടുള്ള ടയേഴ്സാണ്. അത് മാറ്റിയിട്ട് ഞാൻ കുറച്ചും കൂടെ വീതി കൂടിയ ടയേഴ്സ് ഇട്ടെന്ന് വെച്ചോ. അതായത് ഇത് ഒരു 10 സൈസ് വരെ 10% വരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു RCയുടെ ടയറത്തിനകത്ത് ഇട്ടാൽ വണ്ടിയുടെ ഓവറോൾ കൺട്രോൾ എനിക്ക് പോകും. അതായത് വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും കൺട്രോൾ കിട്ടണമെന്നില്ല. കാരണം ഈ വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത് ഈ ഒരു കണ്ടീഷനിൽ ഓടാനാണ്.
അപ്പോൾ നമ്മൾ ഒരുപാട് വെയിറ്റ് കൂട്ടുകയോ ഒരുപാട് വെയിറ്റ് കുറയ്ക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ഓവറോൾ സ്റ്റെബിലിറ്റി, സ്പീഡിൽ പോകുമ്പോഴായിരുന്നാലും ട്രാഫിക്കിൽ ഓടിക്കുമ്പോഴായിരുന്നാലും അതിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വെയിറ്റ് കൂടുതൽ വെച്ചാൽ വണ്ടിയുടെ പുള്ളിങ്ങിനെയും മൈലേജിനെയും അത് ബാധിക്കും. കാരണം വെയിറ്റ് കൂടുതൽ വെച്ചാൽ എൻജിൻ കൂടുതൽ റെവിലോട്ട് പോവേണ്ടി വരും. റെവ് ചെയ്തിട്ട് നമുക്ക് അത്രയും വെയിറ്റ് വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. സോ മൈലേജിനെ അത് കാര്യമായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം എനിക്കറിയാം, ഇപ്പോൾ ലോങ് പോകുന്ന ഒരാളാണെങ്കിൽ, ചിലപ്പം ഓഫ് റോഡൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ വലിയൊരു ക്രാഷ് ഗാർഡ് വെക്കേണ്ടി വരും, അതിനകത്ത് ഓക്സിലറി ലാമ്പ് വെക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് ശരിയാണ്, അതൊക്കെ നമുക്ക് വെച്ചേ പറ്റൂ എന്നുള്ള സിറ്റുവേഷനിൽ നമുക്ക് വെച്ചേ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യമില്ലാതെ നമ്മൾ ഇപ്പോൾ സ്റ്റെൽത്ത് മിറേഴ്സ് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ഉപയോഗമില്ലാത്ത കാര്യമാണ് സ്റ്റെൽത്ത് മിറേഴ്സ്. അതുപോലെ തന്നെ ബാറിൻ്റെ മിറേഴ്സ് എന്ന് പറയുമ്പം ഞാൻ അതിനെപ്പറ്റി വലുതായിട്ട് പറയുന്നില്ല, കാരണം അതിന് പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അത് ഭയങ്കര ലുക്കാണ് വണ്ടിക്ക്. ഓക്കെ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഒരു ഉപയോഗമില്ലാത്ത സാധനമാണ് ബാറിൻ്റെ മിറേഴ്സ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം ഇപ്പം മോഡിഫിക്കേഷൻസിൽ കാണുന്നതെന്ന് വെച്ചാൽ വണ്ടിയുടെ ഹൈറ്റ് കൂട്ടുക എന്നുള്ള കാര്യമാണ്. അത് നമ്മൾ ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ഈ വണ്ടിക്ക് ഒട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. രണ്ടുപേരും ഇരുന്നാൽ ഈ വണ്ടിയുടെ ഈ പാറയിൽ കൂടെ പോകുമ്പോൾ പോലും വണ്ടിയുടെ അടി തട്ടും. അപ്പോൾ അതുകൊണ്ട് ഹൈറ്റ് കൂട്ടുന്നത് ഒക്കെ കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഹൈറ്റ് കൂട്ടുമ്പം വണ്ടിയുടെ ഓൺ പേർപ്പസിലെ വണ്ടിയുടെ ഡൈമെൻഷൻസ് ഉണ്ടല്ലോ, ഹൈറ്റ്, വെയിറ്റ്, വിഡ്ത്ത്, ഇതൊക്കെ മാറും. സോ അതനുസരിച്ച് വണ്ടിയുടെ സ്റ്റെബിലിറ്റി കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും. അത് അക്സെപ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ വണ്ടിയുടെ ഷോക്ക് അബ്സോർബറിൻ്റെ ബാക്കിലത്തെ ഷോക്കിൻ്റെ ഒരു ഹൈറ്റ് കൂട്ടണം എന്ന് വെച്ചാൽ വലിയൊരു ഷോക്ക് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും കൂട്ടണം എന്ന് വെച്ചോ, എനിക്ക് കൂട്ടാൻ പറ്റും. പക്ഷേ അതിൻ്റേതായിട്ടുള്ള സ്റ്റെബിലിറ്റി ഇഷ്യൂസ് കാണും. മേ ബി ഒരു ക്രോസ് വിൻഡ് അടിക്കുമ്പോഴുള്ള വണ്ടിയുടെ സ്റ്റെബിലിറ്റി അതിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസം വരും ഞാൻ ഇതിൻ്റെ ഷോക്ക് അപ്പ് ചെയ്താൽ. പിന്നെ അതുപോലെ തന്നെ മെയിൻലി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ടയറിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണ്. അതായത് വലിയ ടയേഴ്സ് എടുത്തിടുക എന്നുള്ളത് ശരിയാണ്, കാണാൻ ഭയങ്കര ലുക്കാണ്, സംഭവമെല്ലാം ശരിയാണ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ളൊരു, ഞാൻ പറഞ്ഞു, ഓവറോൾ സ്റ്റെബിലിറ്റി നമുക്ക് കയ്യിൽ നിൽക്കണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ മൈലേജിനും കാര്യമായിട്ട് വ്യത്യാസം ഉണ്ടാക്കും. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിനകത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഞാനകത്ത് ആകെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു മൊബൈൽ ഹോൾഡർ വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ഞാൻ ആകെ ചെയ്തിട്ടുള്ള ഒരു മോഡെന്ന് പറഞ്ഞാൽ. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ മോഡിഫിക്കേഷൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ എക്സോസ്റ്റ് മോഡിഫിക്കേഷൻ, അതിനെപ്പറ്റിയൊന്നും ഞാൻ അധികം പറയുന്നില്ല. ഈ വണ്ടിയുടെ എക്സോസ്റ്റ് ഈ സ്റ്റോക്ക് ഇതാണ് നല്ലത്. ഓക്കെ, വേറെ അധികം. പിന്നെ സിംഗിൾ സിലിണ്ടറിൽ നിങ്ങൾ ഏതൊക്കെ എക്സോസ്റ്റ്, എക്ട്രോപോവിക്കോ ഏത് സിംഗിൾ സിലിണ്ടർ വണ്ടികളിൽ ഏതൊക്കെ എക്സോസ്റ്റ് വെച്ചാലും ഒരു വൃത്തിയായിട്ട സൗണ്ട് തന്നെയാണ്. അത് നിങ്ങൾ തന്നെ എന്നെ ഹേറ്റ് ചെയ്താലും കുഴപ്പമില്ല. സിംഗിൾ സിലിണ്ടർ വണ്ടികളിൽ എക്സോസ്റ്റ് മാറ്റിയാൽ കേൾക്കാൻ പോകുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തിയായിട്ട സൗണ്ടാണ്. സോ പലരും ഞാൻ കണ്ടിട്ടുണ്ട് അക്രാപോവിക്കും കാര്യങ്ങളും എല്ലാം NSൻ്റെയും ഒക്കെ എക്സോസ്റ്റ് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ട് പോണത്. പക്ഷെ ഭയങ്കര കോളനിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ അതും ഈ പറഞ്ഞ കണക്ക് തന്നെ വണ്ടിയുടെ എൻജിൻ ലൈഫിനെയും ബാധിക്കും, റിലയബിലിറ്റിയും ബാധിക്കും, സ്റ്റെബിലിറ്റിയെ ബാധിക്കും, മൈലേജിനെ ബാധിക്കും. ഓവറോൾ വണ്ടി നിങ്ങൾ വണ്ടിയുടെ ലൈഫിനെ ഡീഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. സോ എപ്പോഴും വണ്ടിക്ക് ഏറ്റവും നല്ലത് വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിൽ ഇരിക്കുന്നതാണ്. മോഡിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. അനാവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻസ്, ഹെഡ്ലൈറ്റ് മോഡിഫിക്കേഷൻസ്, അതായത് ഹെഡ്ലൈറ്റ് ചുമ്മാ ഞാൻ കണ്ടിട്ടുണ്ട് ഹെഡ്ലൈറ്റ്, പൾസറിൻ്റെയൊക്കെ ഹെഡ്ലൈറ്റ് ഫുള്ള് സ്മോക്ക് ചെയ്തിട്ടുണ്ട് ആൾക്കാർ ഓടിക്കുന്നത്. സോ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആൾക്കാർ എന്തോ ബ്ലൈൻഡായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണോ അതെന്ന് എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന്. കാരണം എനിക്കത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നില്ല. ബി റെസ്പോൺസിബിൾ ഗൈസ്. ഓക്കെ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മോഡിഫിക്കേഷൻ്റെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി വേറെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കറക്റ്റ് സമയത്ത് പേപ്പേഴ്സും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുക. ഇത് പലരും മറന്നുപോകുന്ന കാര്യമാണ്. വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടിയുടെ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ അതെല്ലാം നമ്മൾ കണക്ക് കൂട്ടണം. ഇൻഷുറൻസ്, പൊല്യൂഷൻ, ഓക്കെ, ഇതെല്ലാം നമ്മുടെ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ്. സോ നമ്മളുടെ കയ്യിലൊരു വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി പലരും ഈ വീഡിയോ കാണുന്നവർ മറന്നിരിക്കുന്ന കാര്യമായിരിക്കും പൊല്യൂഷനെ പറ്റിയൊക്കെ. സോ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ വണ്ടിയുടെ പേർപ്പസിൽ പൊല്യൂഷൻ എക്സ്പയർ ആയിട്ടുണ്ടോ, അത് ഇൻഷുറൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കുക. പറ്റുമെങ്കിൽ എടുത്ത് വയ്ക്കുക. കാരണം മിനിമം ഒരു തേർഡ് പാർട്ടി, അതാണ് നമ്മുടെ ലീഗൽ റിക്വയർമെൻറ്റ്. മിനിമം ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും നമ്മുടെ ഫോണിൽ കൂടെ തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ അതെങ്കിലും എടുത്ത് വയ്ക്കുക. നമ്മൾ ഇപ്പോൾ ഒരു MVD കാണുമ്പോൾ നിങ്ങൾക്ക് പൊല്യൂഷൻ ഉണ്ടോ സാറേ എന്ന് ചോദിച്ചാൽ അവർക്ക് പൊല്യൂഷൻ ഇല്ല. പക്ഷെ നമ്മുടെ വണ്ടിയുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക. നമ്മൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഓക്കെ, അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ നമ്മുടെ കാര്യം സേഫ് ആക്കുക ആദ്യം.
ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ഹെൽത്തും കൂടെയാണ് ആ ഓരോ പൊല്യൂഷൻ ചെക്കിൽ നമ്മൾ അറിയാൻ പറ്റുന്നത്. ഓക്കെ, നമ്മുടെ വണ്ടിയിൽ എത്രത്തോളം കംപ്രഷൻ ഉണ്ട്, എത്രത്തോളം എയർ വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയണമല്ലോ. ഓക്കെ, അതൊക്കെയാണ് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ വരുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ ഇൻഷുറൻസിൻ്റെ കാര്യം ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ സ്റ്റെൽത്ത് മിറേഴ്സ്, പിന്നെ ഈ പറഞ്ഞ കണക്ക് ആവശ്യമില്ലാത്ത അൺനെസറി മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് നമുക്ക് കിട്ടത്തില്ല. പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഇവിടെ ഈ ബ്രേക്കിൻ്റെ ഇത് സിലിണ്ടർ വയ്ക്കുന്നത് ആഫ്റ്റർ മാർക്കറ്റ്, അതായത് 300-400 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച് വെക്കുന്ന സിലിണ്ടേഴ്സ് ഉണ്ട്. സോ ഞാനൊന്നും പറയുന്നില്ല അത്, കാരണം അതൊക്കെ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാണ്. നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടിയതൊന്നും വരത്തില്ല. വിശ്വസിക്കാൻ പറ്റുന്നത് എപ്പോഴും ഈ ഒറിജിനൽ സാധനത്തിനെ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്ക് കിറ്റ് മാറുമ്പോൾ പ്രോപ്പറായിട്ട്, അതായത് ഡിസ്ക്, ബ്രേക്ക്, എല്ലാ സാധനവും, ഇപ്പോൾ ഒരു ബ്രംബോയുടെ ബ്രേക്കാണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ആ സെറ്റ് മാത്രം ഫുള്ളായിട്ട് മാറുക. അതല്ലാതെ ഈ 300-400 രൂപയ്ക്കൊന്നും കിട്ടുന്ന ലോക്കൽ സാധനങ്ങൾ, പ്ലാസ്റ്റിക് സാധനങ്ങൾ വാങ്ങിച്ച് വെക്കാത്ത. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയാം ഞാനിത് മിക്സ്ഡ് അപ്പ് ആയിട്ടാണ് പറയുന്നത്, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുന്നതൊന്നും അങ്ങനെ പഠിച്ച് പറഞ്ഞിട്ടല്ല വരുന്നത്, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടൊന്നും അല്ല വരുന്നത്. ഞാൻ വീഡിയോ ക്യാമറ ഓൺ ആക്കും, എനിക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതെല്ലാം പറയും, അപ്പോൾ എൻ്റെ മൈൻഡിൽ വരുന്നതെല്ലാം പറയും. ഓക്കെ, സോ ഞാൻ മെയിനായിട്ട് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ചെയിൻ മെയിൻ്റനൻസ് ആണ്. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഇതിന് ഓപ്പൺ ചെയിനാണ് വരുന്നത്. ഓപ്പൺ ചെയിൻ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ 500 to 600 ആ ഒരു കിലോമീറ്റേഴ്സ് അടുക്കും തോറും, ഓരോ 600 കിലോമീറ്റർ ആവും തോറും നമ്മൾ ചെയിൻ ലൂബ് ചെയ്യണം, ചെയിൻ ക്ലീൻ ചെയ്യണം. അപ്പോൾ ചെയിൻ ലൂബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വേണമെങ്കിൽ പ്രത്യേകം വീഡിയോ ചെയ്യാം, പക്ഷേ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ അത് നിങ്ങൾ വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ ഇടുക. സെൻറ്റർ സ്റ്റാൻഡിൽ ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ചെയ്യാൻ പറയത്തുമില്ല, കാരണം സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. നിങ്ങൾക്ക് ചെയ്യുന്നവരുണ്ട്, ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്തില്ല, കാരണം വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയിൻ കറങ്ങും. നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ ഇടയിലായി പോയി കഴിഞ്ഞാൽ ഈ വിരൽ എനിക്ക് ഇവിടെ അങ്ങോട്ട് മുറിച്ച് കളയാനേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അത് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ സെൻറ്റർ സ്റ്റാൻഡ് ഇട്ടിട്ട് ബാക്കിലത്തെ ടയർ റൊട്ടേറ്റ് ചെയ്ത് ചെയിൻ മുഴുവൻ ഡീസൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക. മറ്റേ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലോ എങ്ങനെയെങ്കിലും ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക. ഒരു 10 മിനിറ്റ് അവിടെ ഇട്ടതിന് ശേഷം നിങ്ങളത് ബ്രഷ് കൊണ്ടൊന്ന് വെള്ളം അടിച്ച് കഴുകുക. അപ്പോൾ അതിനകത്തുള്ള ഒരു ക്രീസും ബാക്കിയുള്ള ഓയിലും എല്ലാം കാര്യങ്ങളും പോകും. പിന്നെ ചെയിൻ വൃത്തിയാക്കാൻ നേരത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കിലത്തെ സ്പ്രോക്കറ്റ് മാത്രമല്ല ലൂബിയുള്ളത്, ഇതിനകത്ത് ഈ സാധനം ഊരാൻ പറ്റും. ഫ്രണ്ട് സ്പ്രോക്കറ്റ്, ഇത് മെയിനായിട്ടുള്ള കാര്യമാണ്. ഫ്രണ്ട് സ്പ്രോക്കറ്റ് നമ്മൾ ലൂബ് ചെയ്യുന്ന സമയത്ത് ഊരി വൃത്തിയാക്കുക. കാരണം ഏറ്റവും കൂടുതൽ ഡേർട്ട് ചെയിൻ കറങ്ങുമ്പം അക്യുമുലേറ്റ് ചെയ്യുന്നത് അവിടെ ഫ്രണ്ടിലത്തെ സ്പ്രോക്കറ്റിലാണ്. അത് ഭയങ്കര, ഞാൻ ആക്ച്വലി ഒരു 2000-3000 കിലോമീറ്റർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ അതിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നത്. ഞാൻ ആ കാര്യം മനസ്സിലാക്കി അത് അഴിച്ചു നോക്കിയത്. അപ്പോൾ ഭയങ്കര കരിയായിരുന്നു. അങ്ങനെ ഞാനത് കുറച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്തായിരുന്നാലും ഇപ്പം. അപ്പോൾ ചെയിൻ ലൂബ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ പറ്റുമെങ്കിൽ ഫ്രണ്ട് സ്പ്രോക്കറ്റും കൂടെ വൃത്തിയാക്കാൻ നോക്കുക. ഓക്കെ, ഇപ്പോൾ പറ്റാത്ത വണ്ടികളുണ്ടായിരിക്കും, അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഇട്ടതിന് ശേഷം ഡീസൽ അടിച്ച് വണ്ടിയുടെ ചെയിനിലെ അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു നല്ല ചെയിൻ ലൂബ്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ചെയിൻ ലൂബ് എന്ന്, ഇപ്പോൾ ഈ വണ്ടിക്ക് ഏറ്റവും നല്ല ചെയിൻ ലൂബ് എനിക്ക് യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആകെ 2 യൂസ് ചെയ്തിട്ടുള്ളൂ, 3 സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. 1 എഞ്ചിൻ ഓയിൽ, 1 TVSൻ്റെ തന്നെ ലൂബ്, 3 മോട്ടീവിൻ്റെ ഒരു ചെയിൻ ലൂബാണ്. അപ്പം എനിക്കിനകത്ത് TVSൻ്റെ ചെയിൻ ലൂബാണ് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഒരു ചെയിൻ ലൂബ് എടുത്തിട്ട് വണ്ടി, ഞാൻ പറഞ്ഞല്ലോ, കറക്കി ഓരോ ചെയിനിൻ്റെ ലോക്കിനകത്തും അടിച്ച് ലൂബ് ചെയ്യുക. കാരണം അത് വണ്ടിയുടെ ചെയിൻ ലൈഫ്, അതായത് ഈ ചെയിൻ കിറ്റ് ഫുള്ള് റീപ്ലേസ് ചെയ്യാൻ അത്യാവശ്യം എമൗണ്ട് ആവും. അപ്പോൾ അത് കുറച്ച് തരും, അതായത് കുറച്ചും കൂടെ ലൈഫ് കിട്ടും നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ. സോ അതൊക്കെയാണ് ഗൈസ് ഈ ചെയിൻ മെയിൻ്റനൻസിൻ്റെ കാര്യം. ചെയിൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുത്താൽ, ഏതെങ്കിലും ലോക്കൽ മെക്കാനിക്കലെ കൊണ്ട് കൊടുത്താലും മതി, അവർ ചെയ്തു തരും. കാരണം അത് ഭയങ്കര വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ ചെറിയൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഏതാണ്ട് ഒരു 180-200 ആണ് ഈ വണ്ടിക്ക് വരുന്നത് ചെയിൻ ലൂബിന്. സോ അതൊക്കെയാണ് വണ്ടിയുടെ ചെയിൻ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ. സോ ഗൈസ്, അപ്പോൾ അതൊക്കെയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഓവറായിട്ട് നിങ്ങൾ ഇല്ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ. അപ്പം എനിക്കറിയാം ഞാൻ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ വിട്ട് പോയിട്ടുണ്ടാവാം. നല്ല മഴക്കോളുണ്ട് ഗൈസ്, കിടല സ്പോട്ടാണിത്. ഓക്കെ, നല്ല മഴക്കോളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് പോകാം. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഓക്കെ, സോ ഗൈസ്, അപ്പം ഇതാണ് വണ്ടിയുടെ കാര്യങ്ങൾ, മെയിൻറ്റെയിൻ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കണ്ടുകൊണ്ട് പലരും ഇപ്പം സ്പ്ലെൻഡറിലൊക്കെ ഈ ഒരു അണ്ടർ ബെല്ലി കിറ്റ് കയറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം
ഈ സ്പ്ലെൻഡർ എന്നൊക്കെ ഇപ്പോൾ ഈ വണ്ടിയും സ്പ്ലെൻഡറും ഇതെല്ലാം ആക്ച്വലി എയർ കൂൾഡ് എഞ്ചിൻസാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അണ്ടർ ബോഡി കിറ്റ് കയറ്റുമ്പോൾ ഇതിനിപ്പോൾ അണ്ടർ ബോഡി കിറ്റ് സ്റ്റോക്കായിട്ട് വരുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് കയറ്റുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ എയർ ഫ്ലോ കുറയും. അപ്പോൾ വണ്ടി ചൂടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. ചെയ്യണമെങ്കിൽ അത്യാവശ്യം എയർ ഫ്ലോ ബ്ലോക്ക് ചെയ്യാത്ത രീതിയിലുള്ള കിറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ അതൊക്കെ ഉള്ളൂ നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ. ആവശ്യമില്ലാത്ത മെയിൻ്റനൻസിനൊന്നും പോകാണ്ടിരിക്കുക. അതാണ് വണ്ടിയുടെ ലൈഫിനും നല്ലത്, നിയമപരമായിട്ടും നല്ലത്. ഓക്കെ, കാരണം ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ എക്സോസ്റ്റ് മാറ്റിയത് ഇപ്പം നമുക്ക് കൊള്ളാം, നല്ല സൗണ്ടൊന്നും നമ്മളൊരു ചിലപ്പോൾ ഒരു 10,000 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും ആ എക്സോസ്റ്റ് വെച്ചതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങുക. ചിലപ്പോൾ ഒരു 50,000 കിലോമീറ്റർ ഓടേണ്ട വണ്ടി 30,000 കിലോമീറ്റർ ആകുമ്പോൾ ബ്രേക്ക് ഡൗൺ ആവും. സോ അതൊക്കെയാണ് നമ്മൾ എക്സോസ്റ്റൊക്കെ മാറ്റി വെച്ചുള്ള കുഴപ്പം. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടി പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി വാഷ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഹെയർ ഷാമ്പൂ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ വിമ്മ്, സോപ്പ് പൊടി ഇതൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. ഞാൻ പലരും കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നത്. സംഭവം വണ്ടി നല്ല തിളക്കമൊക്കെയാണ്, പക്ഷേ കാലം പോകെ നിങ്ങളുടെ വണ്ടിയുടെ പെയിൻറ്റ് ഫെയ്ഡാവും. ഈ പറഞ്ഞ ഈ ഒരു ഗ്ലോസിനെസ് ഉണ്ടല്ലോ ഇതങ്ങ് മങ്ങും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു കാർ ഷാമ്പുവോ ബൈക്ക് വാഷോ അങ്ങനെയെങ്കിലും വാങ്ങിച്ച്, ഞാൻ കാർ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്, 3M കാർ ഷാമ്പു. അപ്പോൾ എൻ്റെ വീട്ടിൽ 3 വണ്ടികളുണ്ട്. ഇതെല്ലാം ഞാൻ ഈ ഷാമ്പു വെച്ചിട്ടാണ് കഴുകുന്നത്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ. സോ എനിക്കറിയാം ഞാൻ പറയാൻ വിട്ടുപോയ കുറേ കാര്യങ്ങളുണ്ടായിരിക്കാം. അപ്പം നിങ്ങൾ വണ്ടിയിൽ മോഡിഫിക്കേഷൻസ് ചെയ്തോ, വണ്ടി ഓടിച്ചോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ബി റെസ്പോൺസിബിൾ ആൻഡ് ബി സെൻസിബിൾ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. സോ ഗൈസ്, അപ്പം എനിക്ക് മഴ പൊടിയുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് പോവാം. അപ്പോൾ അടുത്തൊരു വണ്ടിയുടെ കാര്യമായിട്ടോ അല്ലെങ്കിൽ ഒരു യാത്രാ വിശേഷമായിട്ടോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ വിക് സൈനിങ് ഓഫ്.